അപ്പോൾ ചിത്തൗഡ്ഗഡ് ഫോർട്ടിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് റാണി പത്മിനിയുടെ കൊട്ടാരം. നമ്മുടെ ഉദയ്പൂർ ട്രിപ്പിൻ്റെ 5ാമത്തെ പാർട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഹിസ്റ്ററി കുറേ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എനിക്കറിയില്ല ഇതിൽ എത്ര പേർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി. അവിടെ പോകുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഇത്രയും സീരിയസ്നെസ് ഉണ്ടെന്നറിയാം. പക്ഷെ എന്നാലും നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വരാം എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. പക്ഷേ നമ്മുടെ പൂർവികർ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും വേദനകളും ബുക്കിൽ നിന്ന് വായിച്ചറിഞ്ഞതിനേക്കാളും എത്രയോ സീരിയസ് ആണ് എന്ന് അവിടെ പോയപ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് മനസ്സിലുണ്ടായത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം 3 തവണ ജോഹർ നടന്ന ഒരു സ്ഥലമാണ് ചിത്തോട്ട്. ജോഹർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാവുന്ന എനിക്കറിയില്ല. അതെന്താന്ന് പറഞ്ഞാൽ സ്വന്തം അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി സ്ത്രീകൾ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നതിനെയാണ് ജൗഹർ എന്ന് പറയുന്നത്. അങ്ങനെ 3 തവണ ജൗഹർ നടന്ന ഒരു സ്ഥലമാണ് അത്. 1ഓ 2ഓ സ്ത്രീകളല്ല, ആയിരക്കണക്കിന് സ്ത്രീകളാണ്. ആദ്യമായിട്ട് ജൗഹർ നടന്നത് 1303 അലാവുദ്ദീൻ ഖിൽജി ചിത്തൗഡ്ഗഡ് ആക്രമിച്ചപ്പോൾ. പിന്നെ നടന്നത് 1535 ബഹദൂർ ഷാ ആക്രമിച്ചപ്പോൾ. പിന്നെ 1567 അക്ബർ ചിത്തൗഡ്ഗഡ് ആക്രമിച്ചപ്പോൾ. ഈ സമയത്തെല്ലാം രജപുത്രരായിട്ടുള്ള രാജാക്കന്മാർ കോട്ടയ്ക്ക് പുറത്ത് മുഗളന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് മരണം വരെ യുദ്ധം ചെയ്ത് മരണം വരിക്കുന്ന സമയത്ത് കോട്ടയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ, രജപുത്ര വനിതകൾ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ചിത്തൗഡ്ഗഡ് ഫോർട്ട് ഏകദേശം 700 ഏക്കർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫോർട്ടാണ്. മേവാറിൻ്റെ തലസ്ഥാനമായിരുന്നു ചിത്തൗഡ്ഗഡ്. ചിത്തൗഡ്ഗഡ് ഭരിച്ച റാണ റാവൽ രത്തൻ സിംഗിൻ്റെ പത്നി മഹാറാണി പത്മിനിയുടെ സൗന്ദര്യം കേട്ടറിഞ്ഞ് മഹാറാണി പത്മിനിയെ സ്വന്തമാക്കാൻ അലാവുദ്ദീൻ ഖിൽജി ആ കോട്ട ആക്രമിച്ചപ്പോൾ മഹാറാണി പത്മിനിയും കൂടെ 16,000 രജപുത്ര വനിതകളും ചേർന്ന് അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്ത സ്ഥലമാണ് ഈ ചിത്തൗഡ്ഗഡ് ഫോർട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ 3 തവണ ആദ്യം അലാവുദ്ദീൻ ഖിൽജി ആക്രമിച്ചു, പിന്നെ ബഹദൂർ ഷാ, പിന്നെ അക്ബർ. ഇവരെല്ലാം ആക്രമിച്ച സമയത്തും ഓരോ തവണയും ഇതുപോലെ ജൗഹർ നടന്ന സ്ഥലമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മനക്കട്ടിയും മനസ്സിന് ധൈര്യവും അല്ലെങ്കിൽ ആത്മാഭിമാനവും ഉണ്ടായിരിക്കണം ആ സമയത്ത് ഈ സ്ത്രീകൾക്ക്, അല്ലേ? അങ്ങനെയുള്ള സ്ത്രീകളുടെ പരമ്പരയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ജനിച്ച മണ്ണിൽ ആണ് ഭാരതീയരായിട്ടുള്ള നമ്മളും ജീവിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നിങ്ങളിൽ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തത്. ഞങ്ങൾ ചിത്തൗഡ്ഗഡ് ഫോർട്ടിൽ പോയി അവർ ജീവിച്ച കൊട്ടാരങ്ങളൊക്കെ കണ്ടു. ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചിത്രകഥകളിലൊക്കെ വായിച്ചറിഞ്ഞ കഥകളും ഒക്കെ സത്യമാണെന്ന് അറിഞ്ഞതും അവിടെ പോയി ഓരോ സംഭവങ്ങളും കണ്ടതും ഒക്കെ എൻ്റെ മനസ്സിലും ഞങ്ങളുടെ ഫുൾ ഫാമിലിയുടെ മനസ്സിലും ഉണ്ട്. അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിലൊരു കോൺട്രവേഴ്സിയോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെ രാജാക്കന്മാരുടെ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ്, ഇപ്പോൾ രജപുത്രരുടെ ആയിക്കോട്ടെ ആരുടെ ആണെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ ഭാരതത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നി. ഒരുപാട് ഞാൻ അവിടെ പോയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. രജപുത്രരായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും മനുഷ്യ സ്നേഹികളായിരുന്നു, കലയെ സ്നേഹിക്കുന്നവരായിരുന്നു, അവരുടെ പ്രജകൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരായിരുന്നു. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പഠിച്ച ഹിസ്റ്ററിയിൽ നിന്നും അപ്പുറം വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ചിത്തോർഗഡിലേക്കാണ് പോകുന്നത്. ശ്രേയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ശ്രേയ മോളുടെ കമ്മലില്ലേ, കമ്മലിന്റെ ആ ഡിസൈൻ ഇല്ലേ, ആ ഡിസൈനും ഈ നിന്റെ ബ്ലൗസുമായിട്ട് കറക്റ്റ് ഭയങ്കര മാച്ചിങ്. അങ്ങനെ നമ്മൾ ചിത്തോർഗഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്തോർഗഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫോർട്ടാണ്. ചിത്തോർഗഡ് മേവാടിൻ്റെ തലസ്ഥാനമായിരുന്നു. നല്ല റോഡാണ്. ഞങ്ങൾ ചിത്തോർഗഡ് ഷഹറിലേക്ക് കടക്കുകയാണ്. चित्तौड़गढ़ में हार्दिक स्वागत है. ഇത് ഫുൾ ഫോർട്ടാണ്. അതാ പറഞ്ഞത്, 700 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുകയാണ് മോളെ ഫോർട്ട്. നോക്കൂ, മഹാറാണി പത്മിനി. അത് പിന്നെ ആയിരിക്കുമല്ലോ അല്ലേ, ഇവിടെ ഒരുപാട് സംഭവങ്ങൾക്ക് മഹാറാണി പത്മിനി എന്ന് പേരുണ്ടാവുമല്ലോ. ഫോർട്ടിനടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗേറ്റാണ് ഫോർട്ടിന്റെ കവാടം. फोर्ट का ये फ्रंट साइड है. पहले के टाइम में ये फोर्ट का बैक साइड था. ओ, पहले के टाइम में ये बैक साइड था. अभी ये फ्रंट साइड है. अभी ये फ्रंट साइड है. उस टाइम का ये सेफ जोन था उस टाइम में. हाँ, ഇത് ബാക്ക് സൈഡ് ആണ്. का जितना भी अभी ये फ्रंट साइड का है सारा वैसा का वैसा है, कुछ भी टूटा नहीं. और इसका जो फ्रंट दीवार है वो पूरा टूटा है. वो क्यों? वॉर हुए थे ना. वॉर ഒരു उसके फ्रंट साइड में बैटल तीन वॉर हुए थे है ना. इधर അടുത്ത ഗേറ്റ് വന്നു. നെക്സ്റ്റ് ഗേറ്റ്. ഈ കോട്ടകളൊക്കെ കാണുമ്പോൾ നമുക്ക് അന്ന് നടന്ന യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വരുന്ന പോലെ അല്ലേ. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കയറി കോട്ടയുടെ അകത്ത് എത്തിയപ്പോൾ ഇവിടെ കണ്ടോ കടകള്, ആൾക്കാർ താമസിക്കുന്നു. ഈ കോട്ടയ്ക്കകത്ത് ഏകദേശം 7000 ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇത്ര വീടുകളാണെന്ന്, ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ്. ഇത്രയും വലിയ കോട്ട കടന്ന് ഉള്ളിലേക്ക് വന്നപ്പം ഇവിടെ ഇത്രയും വീടുകളുണ്ട്, ഇത്രയും ആൾക്കാർ താമസിക്കുന്നുണ്ട്. शॉप सब होगा. सारा शॉप सब है. इनको बाहर नहीं जाना पड़ेगा. नहीं. कुछ बड़ा चीज चाहिए तो उसके लिए नीचे सिटी में जाना पड़ेगा. सिटी नीचे. हाँ, जो बहुत ज़रूरी है वो सब इधर मिलेगा है ना. ഞങ്ങൾ ഫോർട്ടൊക്കെ കടന്ന് കുറേ മേലിലേക്ക് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. കാരണം ഇനി ഒരുപാട് നടക്കാനുണ്ടാവും, ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ടാവും. ഇതിനകത്ത് റാണി പത്മിനിയുടെ ഭർത്താവായ രാജാവ് മഹാറാണ റാണ റാവൽ രത്തൻ സിംഗിൻ്റെ പാലസ് ഉണ്ട്. പിന്നെ മഹാറാണി പത്മിനി താമസിച്ച പാലസ് ഉണ്ട്.
പിന്നെ മീരാഭായിയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ എനിക്കിവിടെ വരാനുള്ള ഒരു പ്രചോദനം പാലസുകൾ മാത്രമല്ല, മീരാഭായിയുടെ ജന്മനാടും കൂടിയാണിത്. മീരാഭായിയുടെ ഒരു ടെമ്പിൾ, മീരാഭായിയുടെ ഒരു ക്ഷേത്രം ഈ ഫോർട്ടിനുള്ളിലുണ്ട്. എന്തായാലും ഇപ്പം ചിത്തോഡ്ഗഡ് ഫോർട്ട് വരെ എത്തി. അപ്പോൾ ബാക്കി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് പോയി ഓരോ കാര്യങ്ങളൊക്കെ കാണാം. കൊള്ളാമല്ലേ റെസ്റ്റോറൻറ്റ്? ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പം ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാനുള്ള പാട്ട് ഇങ്ങനെ കേട്ട് അതിൻ്റെ ലിറിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫോർട്ടിനുള്ളിലും 1-2 പാട്ടുകൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇത് ഇവിടെ ഒറിജിനൽ, ശരിക്കും ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ സോങ്, ഘൂമർ. അതാണ് ഇവിടുത്തെ ട്രഡീഷണൽ പാട്ടെന്ന് പറയുന്നത്. അതിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ആലു പറാട്ട ആണോ? ആലു പറാട്ട, ദഹി, ചട്നി, ഇത് ബിരിയാണി, റൈത്ത. എങ്ങനെയുണ്ട് ശ്രേ? നല്ല ടേസ്റ്റ്. ഇത് മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, താഴെ ഇരുന്ന് കഴിക്കാൻ, ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കാനായിട്ട്. ഇത് ഫോർട്ടിനകത്തുള്ള ബിൽഡിങ്സാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. തുൽജ ഭവാനി മറാഠികളുടെ കുലദൈവമാണെന്നിത്, തുൽജ ഭവാനി. ചിത്തോഡ്ഗഡ് ഫോർട്ടിലെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, കുംഭമഹൽ. അതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് പറയാം. അപ്പോൾ ചിത്തോഡ്ഗഡ് ഫോർട്ടിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് വന്നിരിക്കുന്നത്, കുംഭമഹൽ. കുംഭമഹലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാറാണി പത്മിനിയുടെ പാലസാണിത്. 2 പാലസ് ഉണ്ട് മഹാറാണി പത്മിനിക്ക്. സമ്മർ സീസണിൽ റാണി പത്മിനി ഈ ഫോർട്ടിനുള്ളിൽ തന്നെ ഒരു വലിയൊരു കുളമുണ്ട്. കുളത്തിൻ്റെ താഴെയായിട്ട്, കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു വേറെ പാലസ് ഉണ്ട്. അതിലാണ് സമ്മർ ടൈമിൽ പോയി താമസിച്ചിരുന്നത്. മീരാഭായിയുടെ അമ്പലമാണ്. കൊള്ളാം അല്ലേ?
നമ്മൾ ജഗദീഷ് ടെമ്പിൾ കണ്ടില്ലേ, അതേ ആർക്കിടെക്ചർ അല്ലേ? അതെ അതേപോലെ ഉണ്ടല്ലേ. ചിത്തോഡ്ഗഡ് ഫോർട്ടിനുള്ളിലുള്ള മീരാഭായിയുടെ ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെയും കൃഷ്ണനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. മെയിൻ ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ ജഗദീഷ് ടെമ്പിൾ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്ത് ഇന്ത്യയിലെ ആർക്കിടെക്ചർ എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതുപോലെ കേരളത്തിലെല്ലാം ഒരുപോലെ, തമിഴ്നാട്ടിൻ്റെ അതിൻ്റെ തനതായിട്ടുള്ള ശൈലിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്, അതായത് വിഗ്രഹത്തിൻ്റെ എതിർവശത്തായിട്ട് അതേ ഹൈറ്റിൽ തന്നെ വേറൊരു ചെറിയ മണ്ഡപവും അതിനുള്ളിൽ ഏത് വിഗ്രഹമാണോ ഏത് പ്രതിഷ്ഠയാണോ ആ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ഭഗവാന്റെ വാഹനം ആ ഒരു മണ്ഡപത്തിനുള്ളിൽ ഒരു വിഗ്രഹം പോലെ ഉണ്ടാവും. ഇവിടെയും ഗരുഡൻ തന്നെയാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ കൃഷ്ണനായതുകൊണ്ട് അല്ലെങ്കിൽ മഹാവിഷ്ണു ആയതുകൊണ്ട് ഇവിടെയും വാഹനം ഗരുഡൻ തന്നെയാണ്. അവിടെയാണ് ഗരുഡൻ്റെ. കൃഷ്ണന്റെ അമ്പലം മെയിനായിട്ട് ക്ഷേത്രമാണെങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് മീരാഭായിയുടെ പ്രതിഷ്ഠയുണ്ട്. മീരാഭായി കൃഷ്ണന്റെ ഭക്തിയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ ആളായിരുന്നല്ലോ മീരാഭായി. മീരാഭായി കൃഷ്ണഭക്തയായിട്ട് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു ഡിവിനിറ്റി മീരാഭായിയിൽ കണ്ടിട്ട് ഇവിടെ മീരാഭായിയുടെ പ്രതിഷ്ഠയും കൂടെ, മീരാഭായിയുടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. മെയിൻ പ്രതിഷ്ഠ കൃഷ്ണൻ തന്നെയാണ്. പിന്നെന്താ കുംഭറാണയാണ്, മഹാറാണ കുംഭറാണയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. നേരെ കാണുന്നത് കൃഷ്ണൻ അമ്പലം, ഇത് മീരാഭായിയുടെ ക്ഷേത്രം. ഇനി നമ്മൾ പോകുന്നത് വിജയസ്തംഭം കാണാനാണ്. ഇവിടെയാണ് മഹാറാണി പത്മിനി 16,000 രജപുത്ര വനിതകൾക്കൊപ്പം ജൗഹർ നടത്തിയ സ്ഥലം. ഈ യുദ്ധത്തിൽ അലാവുദ്ദീൻ ഖിൽജി വിജയിച്ചുവെങ്കിലും മഹാറാണി പത്മിനിയുടെ ഒരു നിഴലിനെ പോലും തൊടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് മേവാറിൻ്റെ വിജയമായി കണക്കാക്കി ഇവിടെ ഒരു വിജയസ്തംഭം സ്ഥാപിച്ചിരിക്കുകയാണ്. रावल रतन सिंह के सेनापति जयमहल बत्ताका, ये ब्लू कलर जो पूरा है ना उसके अंदर हेरिटेज लुक दे रखा है, हल्का हल्का कहीं पर ब्लू कलर है। हाँ, उसका महल है ये। सेनापति का महल इतना बड़ा। कालिका माता टेम्पल, लोकल पब्लिक यहाँ पे आती है। ഇതാണ് പത്മിനി പാലസ്. ഇതാണ് കാളിക മാതാ ടെമ്പിൾ. ഇവിടെ ഇതാണ് പത്മിനി പാലസ്. നമ്മൾ നേരത്തെ കണ്ടത് കുംഭമഹൽ, ഇതാണ് പത്മിനി പാലസ്. കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി റാണി പത്മിനിയുടെ പ്രതിബിംബം കണ്ണാടിയിൽ കൂടി കണ്ടത്. ഇതാണ് റാണി പത്മിനിയുടെ കൊട്ടാരം. ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ബാക്ക് സൈഡായിട്ടാണ് ഇപ്പോഴുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത്. हाँ, ये मंदिर सब टूटे हुए हैं. वो खिलजी ने तोड़ दिया था. और उस टाइम में स्ट्रीट लाइट नहीं होती थी तो ऐसे वो
कैंडल ആ ഇസ്മേ ക്യാൻഡിൽ ആ ജലാക്കി ഇതിൽ ഈ ഓരോ തൂണിലും ഈ തീ കത്തിച്ച് ഇത് അതെ കത്തിച്ച് വെച്ചിട്ടാണ് വെളിച്ചം കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഈ ചിത്തോഡ്ഗഡ് ഫോർട്ടിൻ്റെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഈ കോട്ട ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ഇവിടെ നിന്നാണ് നിരീക്ഷിച്ചിരുന്നതും യുദ്ധം ചെയ്തിരുന്നതും. ഇത് കണ്ടോ, ഈ ഫോർട്ടിൻ്റെ മേളിൽ നിന്നാൽ താഴെ കംപ്ലീറ്റ് ചിത്തോഡ്ഗഡ് കാണാം. ഇതായിരുന്നു അവരുടെ ഫ്രണ്ട് ഗേറ്റ്. ഇത്രയും കയറി വേണം ആക്രമിക്കാൻ വരാൻ. ഇത്രയും കടമ കടന്നിട്ടാണ് അലാവുദ്ദീൻ ഖിൽജിയുടെയും മറ്റും സൈന്യം ഈ കോട്ട തകർത്തത്. ഈ മേളിൽ നിന്നിട്ട് ഇവിടുത്തെ സൈനികർ താഴെ നിന്ന് വരുന്ന ആക്രമണം ഒക്കെ നേരത്തെ നോക്കി അറിയുമായിരുന്നു. ഇത് ഒരു ജൈന ക്ഷേത്രമാണ്. കൊള്ളാം അല്ലേ? इसको क्या कहते हैं? कीर्ति स्तंभ. कीर्ति स्तंभ. ഇതാണ് റാണ റാവൽ രത്തൻ സിംഗിന്റെ കൊട്ടാരം. റാണി പത്മിനിയുടെ ഭർത്താവായ റാവൽ രത്തൻ സിംഗിന്റെ കൊട്ടാരം. ये मंदिर कौन सा है? उस टाइम में एकलिंगी का जो होता था ना. हाँ हाँ. കൊട്ടാരത്തിൻ്റെ പുറത്ത് തന്നെ മിക്കവാറും എല്ലാ കൊട്ടാരത്തിൻ്റെയും പുറത്ത് ഒരു അമ്പലമുണ്ട് അല്ലേ? ഇത് ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഈ കൊട്ടാരവും. ഇത് ചിത്തോഡ്ഗഡ് ഫോർട്ട്, ഒരു വലിയ ഫോർട്ട്. അതിനുള്ളിൽ ഓരോ ബിൽഡിങ്സും അതിൽ ഓരോ കൊട്ടാരങ്ങളും വേറെ ഓരോ ഫോർട്ടിനുള്ളിൽ അങ്ങനെയാണ്. ഓക്കെ ചലേ ജായ്. വെയിലായതുകൊണ്ട് ഇവിടെ ഇറങ്ങിയില്ല. അതേപോലെ തന്നെ അതാണ് പിന്നെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ചിത്തോഡ്ഗഡ് ഫോർട്ടിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തു. എല്ലാം കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് കരുവാടിച്ചു പോയി. നല്ല വെയിലായിരുന്നു. നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്ത് നിന്നിട്ടാണ് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഷൂട്ടിങ്ങിന് വരുമ്പം വെയിലും മഴയൊന്നും നോക്കാറില്ല. ആ സമയത്ത് എങ്ങനെയാണെങ്കിലും നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നിന്ന് ഷൂട്ട് ചെയ്യും. ബാക്കി കാര്യമൊക്കെ പിന്നെ. എന്തായാലും ശരിക്കും വെയിൽ കൊണ്ടിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല അല്ലേ ശ്രേയ? പനി വരുമോ, ജലദോഷം വരുമോ, അത് വേറെ എന്തെങ്കിലും വരുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും സ്ഥലങ്ങളൊക്കെ കണ്ടു. സമാധാനമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല, കാരണം അത്ര വെയിലായിരുന്നു. ഞാൻ ചോദിച്ചു വെയിലില്ലാത്ത സമയത്ത് പോകാൻ പറ്റുമോ. ഇത് ഓപ്പൺ ചെയ്യുന്നത് 10 മണിക്കും 5 മണിക്ക് ക്ലോസും ചെയ്യുന്നു. അപ്പം പിന്നെ വെയിൽ കൊള്ളാണ്ട് എങ്ങനെയാണ്? ഈ ഭാഗത്ത് ഈ കോട്ടയ്ക്കുള്ളിലുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഓരോ കവാടും ഇറങ്ങി വരികയാണ്. फोर्ट होके भी खिलजी कैसे अंदर तक पहुंचे? वो घर के बेदी थे ना, घर के बेदी ने जाकर वहाँ पर सारे भेद दे दिए थे कि यहाँ पर एक सुंदर रानी है. हाँ वो मुझे पता है लेकिन फिर भी इतने डोर सब पास करके उनके सैनिक कैसे अरावली पहाड़ों की रेंज में इस तरफ पूरा इनका छोटा सा गांव बसा हुआ था. हाँ तो बाहर से उस तरफ से आए थे. दिल्ली का कोटा का जो रास्ता है उस तरफ से आए. ശരിക്കും പറഞ്ഞാൽ ഈ ഖിൽജിയൊക്കെ ആക്രമിച്ച സമയത്തെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നുന്നു. ശ്രേയം ഇപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇത്രയും വലിയ കോട്ട കടന്ന് അവരത് എങ്ങനെ ഇത് ആക്രമിച്ച് കീഴടക്കിയെന്ന് ഞാൻ ഡ്രൈവറിനോട് ചോദിക്കായിരുന്നു. അപ്പോൾ പറയാണ്
ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കോട്ടയായിരുന്നു എന്ന് ചിത്തോർഗഡ് ഫോർട്ട്. ശരിയാണ്, ഇത് ഇത്രയും സ്പ്രെഡായിട്ട് കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ വഴി കൂടെ ശത്രുക്കൾ കടന്നിരിക്കാം കോട്ടയ്ക്കുള്ളിലേക്ക്. നേരെ മറിച്ച് നമ്മുടെ കുംഭൽഗഡ് ഫോർട്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഈ ഫോർട്ട് പെട്ടെന്ന് ആർക്കാണെങ്കിലും കാണാം. വളരെ സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒന്നും കാവൽ നിൽക്കാൻ പറ്റില്ലല്ലോ സൈനികർക്ക്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഒരുപാട് കടമ്പകളൊക്കെ കടന്നിട്ടാണ് ഇവർ ആക്രമിച്ചത്. കോട്ടയ്ക്കുള്ളിൽ പോകുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ആക്രമിച്ച അവസ്ഥയിൽ ഇങ്ങനെ പകുതിയൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്ന കാണുമ്പം സങ്കടം തോന്നും. ഇങ്ങനെ താഴെ നിന്ന് ഇവിടെയൊക്കെ ബിൽഡിംഗ് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ താഴെ നിന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ മലയിൽ കൂടെ ഒക്കെ കയറിപ്പോയിട്ടുണ്ടാവും അല്ലേ. പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് സൈനികർ മേളിൽ കയറിയിട്ടുണ്ടാവും ആക്രമിക്കാൻ. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ചരിത്രം കുറച്ചറിയാനും ഈ സംഭവങ്ങളെല്ലാം നടന്ന സ്ഥലം കാണാനും സാധിച്ചു. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഉദയ്പൂരിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.